ഉണ്ടാക്കാൻ പോണത് എന്താ അറിയോ? അടിപൊളിയായിട്ടൊരു നോൺ വെജ് കഴിക്കാത്തവർക്കൊരു അടിപൊളി വെജിറ്റേറിയൻ ഫുഡ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നും എന്താ സാധനം എന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ കർക്കിടക മാസമൊക്കെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ കർക്കിടക മാസത്തിൽ നോൺ വെജ് ഒന്നും കഴിക്കില്ല. അപ്പോൾ അവർക്കൊരു നല്ലൊരു വിഭവമാണ്. നമുക്ക് നോൺ വെജ് കഴിക്കാത്തവർക്ക് അടിപൊളി ഒരു വെജിറ്റേറിയൻ ഫ്രൈ. നല്ല അടിപൊളിയാണ്, ഒരു നോൺ വെജിറ്റേറിയൻ ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ചേനതാണ് കേട്ടോ. ഈ ചേന നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചേന ക്ലീൻ ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 2 പീസാക്കാം. നമുക്ക് 2 പീസാക്കിയിട്ട് ഉണ്ടോ ഇങ്ങനെ തന്നെ വെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഒരു പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വിട്ടാൽ മതിട്ടാവും. കാരണം ഒറ്റ വിസിൽ, കാരണം എന്താ വെച്ചാൽ അറിയോ, നമുക്ക് അധികം വെവരുത്, ഒരു ഹാഫ് ബോയിലായി കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളമൊഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് നമുക്ക് ഒറ്റ വിസിൽ വെച്ചിട്ട് വരാം കേട്ടോ. എന്നാൽ ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും, ഇനി നമുക്കത് പ്രഷർ കുക്കറിൽ ഒരു വിസിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിന് മസാലക്കൂട്ട് വേണമല്ലോ. നമ്മൾ ഈ ചേന നമ്മൾ വറുക്കാനല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് മസാലക്കൂട്ട് വേണം. അപ്പോൾ നമുക്ക് ആ മസാലക്കൂട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആദ്യം ഇതൊക്കെ ഇട്ടിട്ട് അരയ്ക്കാം. അതൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് മിക്സിയിലേക്ക് ഇടാം. കുറച്ച് 1 ടീസ്പൂണാണ്, 1 ടീസ്പൂണ് മുളക് പൊടി, കുരുമുളക്, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും. 1 ടീസ്പൂൺ വേണ്ട വരും, 1 ടീസ്പൂൺ വേണ്ട, ഒരു 3/4 ടീസ്പൂൺ നമ്മൾ അതിലിട്ടുണ്ടല്ലോ കുറച്ച്. നമുക്ക് നല്ല അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചേന നമ്മളെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പീസായിട്ട് നമ്മൾ വേവിച്ചെടുത്തത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്താ ഉണ്ട്, നമുക്ക് സ്ലൈസ് ആക്കി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്യാം. ഉണ്ടോ, ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട്. ഇപ്പോൾ ഹാഫ് ബോയിൽ ആയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ചേന. അത് നമ്മളത് സ്ലൈസ് ചെയ്ത് വെച്ചു. നമ്മളെന്താ ചെയ്യണ്ടേ, ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്ന മുളക്, കുരുമുളക് അല്ലേ, അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് കോൺഫ്ലവർ ഇടാം. കോൺഫ്ലവർ ഇട്ടു.
നമ്മൾ കുറച്ച് നമുക്ക് പുളി വേണം. അപ്പോൾ നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ വിനീഗർ ഒഴിക്കാം. നമ്മൾ നല്ല മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ നല്ല മിക്സ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ഈ ചേനയില്ലേ അതിന് മുഴുവൻ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മളുടെ ഇതെല്ലാം കണ്ടോ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ഫ്രൈ ചെയ്തിട്ടാലോ? നമുക്കതിന് ഫ്രൈ ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ചേന വറക്കാനുള്ള ചട്ടി റെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മീൻ വറക്കണ മാതിരി തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ കുറച്ച് കരിവേപ്പില ഇത് വിതറി കൊടുക്കണം. ഇതൊന്ന് മറിച്ചിട്ട് വെക്കാം അല്ലേ? ആയിട്ടുണ്ടാവില്ലേ? ഇത് പെട്ടെന്ന് വേവ് കിട്ടും, അധികം ഇത് സമയം വേണ്ടേ. അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. അയവ നോക്കി, അടിപൊളി. കണ്ടോ, നമ്മുടെ ചേന ഫ്രൈ അടിപൊളിയായിട്ടുണ്ട്. അത് നമുക്കതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് സൂപ്പറാണ് കേട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? അയവ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 2 സൈഡ് നല്ല വെന്ത് തന്നെ. ശരിക്കും നമ്മൾ ഫിഷ് ഫ്രൈ കഴിക്കാൻ മതി. നമ്മളെ എന്താ പറയുക, തളയൻ മീനൊക്കെ ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ല രസമായിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി നോക്കുക നിങ്ങളെല്ലാവരും. കർക്കിടക മാസം ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നോൺ വെജ് കഴിക്കാത്തവർക്ക് നല്ലൊരു വിഭവമാണ്. നോൺ വെജ് കഴിക്കാത്തവർക്ക് നല്ലൊരു വിഭവമാണ്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഓക്കെ, താങ്ക് യു.